Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്ത വിധത്തിൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷമീമ എല്ലാ വിഷയങ്ങളും നമ്മളുടെ മുമ്പിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. നാം അവസാനം പറഞ്ഞത്, നമ്മളെ ഇവിടെ ജീവിക്കുമ്പോൾ നാളെ മരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് അടയാളപ്പെടുത്തുകൾ ഉണ്ടായിട്ട് വേണം നമ്മൾ തിരിച്ചു പോകാൻ എന്നുള്ളത്. തത്ത വന്നതും ചിറക് കുഴിച്ചതും ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു അടയാളപ്പെടുത്തലിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇത്രയും കാലം ജീവിച്ചപ്പോൾ 30 കഴിഞ്ഞവരും 35 40 ആയവരും 50ലേക്കും 60ലേക്കും ഒക്കെ എത്തിയവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഇത്രയും കാലം ജീവിച്ചപ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ എന്താണ് ഇതുവരെ ചെയ്തത്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒരു പുനർവിചിന്തനത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, ഇഖ്തറബ ലിന്നാസി ഹിസാബഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ആയത്ത് എപ്പോഴും നമ്മൾ ഉരുവിടുന്ന, നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആയത്താണ്. ഒരു വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ നമ്മളുടെ മനുഷ്യന്റെ ഹിസാബ് എന്ന് പറയുന്നത്, അവന്റെ വിചാരണ എന്ന് പറയുന്നത് ഏറ്റവും അടുത്താണ്. ഈ വിചാരണ അടുത്തെത്തിയിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇപ്പോഴും അശ്രദ്ധയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ മനുഷ്യർ അശ്രദ്ധയിലാണ്. നേരത്തെ പറഞ്ഞു, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് മറ്റെവിടെയെങ്കിലും, നമ്മളുടെ ശരീരം ഇവിടെയും, നമ്മൾ അശ്രദ്ധരായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് നമ്മളുടെ മുമ്പിൽ വിശദീകരിച്ചു. എന്താ നമ്മൾ കൊണ്ടുപോകാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇസ്രാവും മിഹ്റാജും ഒക്കെ നടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ, ആ സ്വർഗത്തിലേക്ക് അടുക്കുമ്പോൾ, ആ സ്വർഗം കാണിക്കപ്പെടുമ്പോൾ വല്ലാത്ത ഒരു വാസന അനുഭവപ്പെടുകയാണ്. വല്ലാത്തൊരു വാസന അനുഭവപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്താണ് ഇത്ര വലിയ സുഗന്ധം എന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇത്ര വലിയ സുഗന്ധം, എന്തൊരു സുഗന്ധമാണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ, സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശും എന്നുള്ളത് നമ്മളൊക്കെ പഠിച്ചവരാണ്. പക്ഷെ ആ സ്വർഗത്തിന്റെ സുഗന്ധത്തെക്കാൾ അപ്പുറത്തേക്ക് എന്തോ ഒരു വല്ലാത്ത വാസന വന്നപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇത്ര വലിയ സുഗന്ധം എന്ന് ചോദിക്കുമ്പോൾ, അതൊരു സ്ത്രീയുടെയും മക്കളുടെയും സുഗന്ധമാണ് എന്ന് മലക്ക് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്, ഫിർഔനിന്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾക്കറിയാം. ആ ഫിർഔനിന്റെ ഭാര്യ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾക്കറിയാം. അവിടെ പരിചാരികയായി, അവിടുത്തെ വേലക്കാരിയായി നിന്നിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ അവരുടെ കുട്ടിയുടെ അവിടുത്തെ കുട്ടികളുടെ മുടി ചീകി കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ചീർപ്പ്, നമ്മൾ മുടി ചീകുന്ന ചീർപ്പ് താഴെ വീണു. ബിസ്മില്ല എന്ന് പറഞ്ഞ് കുമ്പിട്ടിട്ട് ആ ചീർപ്പ് എടുക്കുകയാണ്. ആ ചീർപ്പ് എടുക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞ് അതെടുത്ത സമയത്ത് അപ്പുറത്ത് ഫിർഔനുണ്ട്. ഫിർഔൻ വെറുതെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത്? അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഞാനാണ് റബ്ബ് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ഫിർഔൻ ധരിച്ചത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള തരത്തിൽ നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പം, അല്ല,
ഞാൻ എന്നെ പടച്ച രക്ഷിതാവിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഫിർഔനിന്റെ മുമ്പിൽ, ധിക്കാരിയായ അഹങ്കാരിയായ ഫിർഔനിന്റെ മുമ്പിൽ പറയാം, ഞാൻ അള്ളാഹുവിനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അദ്ദേഹം ആ കുട്ടികളെ തീയിലേക്ക് വലിച്ചെറിയുകയും ചുട്ടരിക്കുകയും ഈ സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യും. അവരാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ സുഗന്ധം അനുഭവിക്കുന്ന രൂപത്തിൽ ആ സ്ത്രീകളുടെയും മക്കളുടെയും സുഗന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും ബിസ്മി ചൊല്ലേണ്ടടുത്ത് ബിസ്മി ചൊല്ലിയും അൽഹംദുലില്ലാ എന്ന് പറയേണ്ടടുത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ തസ്ബീഹ് ചെല്ലുന്നിടത്ത് ദിക്ർ ചെല്ലുന്നിടത്ത് നമ്മൾ അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളായി മാറുകയുള്ളൂ. ഏതിനും ഈ ദുനിയാവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷവും 20 വർഷവും 90 വയസ്സ് വരെ ജീവിച്ച ആളുകൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്താ നമ്മൾ ഉണ്ടാക്കി വെച്ചത്? നമ്മൾ എത്രമാത്രം അനുഗ്രഹം അള്ളാഹു നമ്മൾക്ക് കോരിച്ചൊരിഞ്ഞു തന്നു. സുമ്മല തുസ്അലുന യൗമഇദിൻ അനിൻ നഈം എന്ന്, നിങ്ങൾ അനുഭവിച്ച ഓരോ അനുഗ്രഹത്തെ കുറിച്ചും നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയാം. ആരാ പറയുന്നത്? എപ്പോഴാ ഈ ആയത്ത് ഓതിക്കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഇറങ്ങി നടക്കുക, റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുക. ഒരു നേരത്തെ വിശപ്പ് അടക്കുന്നതിന് വേണ്ടി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കിടന്നിട്ടുറക്കം വരാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. അങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് തന്റെ സന്തത സഹചാരിയായ സോഹിബെന്ന് വിശേഷിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരിക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, നിങ്ങൾ എവിടേക്കാ പോകുന്നത് എന്നുള്ളത്, എന്താ ഈ പാതിരാത്രിക്ക് ഇറങ്ങി നടക്കുന്നത് എന്ന് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, വിശപ്പ് കൊണ്ട് കിടന്നിട്ടുറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി റസൂലെ, കിടന്നിട്ടുറക്കം വരുന്നില്ല, എഴുന്നേറ്റ് പോന്നതാണ് എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരും കൂടി നടക്കുമ്പോൾ മൂന്നാമതൊരാൾ കടന്നു വരുന്നുണ്ട്. ആരാണ് എന്ന് നോക്കിയപ്പം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അവർ 3 പേരും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തൊൽഹത്തിന്റെ വീട്ടിലേക്ക് കയറിയതും അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തതും അത് കഴിച്ചതും, അന്യന്റെ വീട്ടിൽ പോയി നട്ടപ്പാതിര നേരത്ത് ഇരന്നു വാങ്ങിയ ഭക്ഷണത്തിന് നാളെ അള്ളാഹുവിനോട് നിങ്ങൾ അനുഭവിച്ച ഈ അനുഗ്രഹത്തിന് നാളെ കണക്ക് പറയേണ്ടി വരും എന്ന് റസൂല് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഓരോ മര്യാദകളും നാളെ നമ്മളുടെ ഖബറിലേക്കുള്ള ഒരു വെളിച്ചമായി മാറണം. നമ്മളുടെ ഖബറിലേക്ക് ഓരോ വെളിച്ചമായി മാറണം നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകൾ. നേരത്തെ ഷമീമ സൂചിപ്പിച്ചു, നമ്മൾ പഠിപ്പിക്കുന്ന ഖുർആൻ, നമ്മൾ പ്രബോധകരായി മാറണം. നമ്മളാണ് ഈ ദൗത്യം അല്ലെങ്കിൽ ഈ ആദർശം, നമ്മൾക്ക് ലഭ്യമായ ആദർശം. ഈ ആദർശം നമ്മൾക്ക് കിട്ടിയതിൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയണം. ഈ ആദർശം കിട്ടാത്ത, ഇസ്ലാം പുൽകാത്ത എത്രയെത്ര ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾക്ക് തന്നെ സ്വർഗം കിട്ടും എന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് നമ്മൾക്കറിയാം. അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളും അനുഭവിച്ച ഓരോ പ്രവാചകന്മാരും ഈ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരു വാക്ക് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാ. ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഓരോ പ്രവാചകന്മാരും ദുനിയാവിലേക്ക് അയക്കപ്പെട്ടത്. അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കെലിമത്ത് നമ്മളുടെ നാട്ടുകാരോട് വിളിച്ചോതിയപ്പോൾ അവരനുഭവിച്ച ത്യാഗങ്ങളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറഞ്ഞു. 950 വർഷക്കാലം ജീവിച്ചിട്ടും അദ്ദേഹത്തിന് വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ആ നൂഹ് നബി അലൈഹിസ്സലാം അനുഭവിച്ച ത്യാഗങ്ങളുണ്ട്. സ്വന്തം മകനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതും അവസാനം പ്രളയമുണ്ടായതും കപ്പലിൽ രക്ഷപ്പെട്ടതും ഒക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ്, നമ്മൾക്ക് പറയാതെ അറിയാം. ഈസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ, യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂസാ നബി ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ച മൂസാ നബി അലൈഹിസ്സലാം, ഫിർഔനിന്റെയും കിങ്കരന്മാരുടെയും ഇടയിൽ നിന്ന് മർദ്ദനം ഏറ്റുവാങ്ങിയ മൂസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങൾ അവസാനം നാടും വീടും ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ദീൻ പ്രചരിപ്പിച്ചതിന്റെ പേര്. ഈ ദീൻ പ്രചരിപ്പിച്ചപ്പോഴാണ് അവർക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വന്നത്. നമ്മളുടെ ജീവിതത്തിലും
ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് എന്ന് ഇറങ്ങി വരുമ്പോൾ എന്താ നമ്മൾ പഠിക്കാത്തത്? ഖുർആൻ മനഃപ്പാഠമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എല്ലാ ഖുർആൻ ക്ലാസ്സുകളിലേക്കും എല്ലാ സ്റ്റഡി ക്ലാസ്സുകളിലേക്കും നമ്മൾ പോവാറുണ്ട്. കിട്ടുന്ന അവസരങ്ങളൊക്കെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു പോവുക. പിന്നെ എങ്ങനെ നമ്മൾക്ക് സ്വർഗം ലഭ്യമാവും? എങ്ങനെ നമ്മൾക്ക് സ്വർഗം ലഭ്യമാകും? അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കറിയാം, ഒരു ദിവസം മദീനയിൽ ഇരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാം, അബ്ദുല്ല, എനിക്ക് നീ ഒന്ന് ഖുർആൻ ഓതി തരുമോ എന്ന് ചോദിക്കുക, ഖുർആൻ ഒന്ന് പാരായണം ചെയ്തു തരുമോ എന്ന് ചോദിക്കുക. അപ്പൊ ഇബ്നു മസ്ഊദ് ചോദിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകരെ, അത് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്, നിങ്ങളാണ് ഞങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ഞങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്ന ഖുർആൻ അത് ഞാൻ എന്തിന് നിങ്ങൾക്ക് ഓതിത്തരണം എന്ന് ചോദിക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മറ്റുള്ളവരിൽ നിന്ന് അത് കേൾക്കാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ്, മറ്റുള്ളവരിൽ നിന്ന് അത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുക. ആ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തേങ്ങൽ കേട്ടപ്പം തിരിഞ്ഞു നോക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരടർന്നു വീണുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴാ കരയുന്നത്? നമ്മൾക്കറിയാം ആ ആയത്ത്. അള്ളാഹുവിന്റെ പ്രവാചകന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴാ? മറ്റുള്ളവർ ഓരോ ഉമ്മത്തിന്റെയും സാക്ഷികളായിട്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ കൊണ്ടുവരും. എൻ്റെ ഉമ്മത്തിന്റെ സാക്ഷിയായിട്ട് ഞാൻ കൊണ്ടുവരപ്പെടും എന്ന് പറയുമ്പോൾ ആയത്തോതേണ്ട ആവശ്യമില്ല. ഞാൻ കൊണ്ടുവരപ്പെടേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ വിചാരണയുടെ സമയമോർത്ത് പൊട്ടിക്കരയുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് തന്റെ വിചാരണ ഓർത്തുകൊണ്ട്, തനിക്ക് വിചാരണയെ നേരിടേണ്ടി വരും എന്നോർത്തുകൊണ്ട്, തന്റെ ഉമ്മത്തിന് ഷഹീദായിട്ട് സാക്ഷിയായിട്ട് ഞാൻ സാക്ഷി പറയേണ്ടി വരും എന്ന് വിചാരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ അതിൻ്റെ ഒരു അവസ്ഥ? അവര് വിചാരണയെ നേരിടും എന്ന് വിചാരിച്ചുകൊണ്ട് പൊട്ടിക്കരയണമെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ള 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് മരച്ചില്ലകൾക്കിടയിലൂടെ പാറിപ്പറന്ന് നടക്കുന്ന പക്ഷികളെ കണ്ടപ്പോൾ ആ പക്ഷികളെ കുറിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് പറയുക, എനിക്ക് ഈ ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ, ഞാൻ ഈ പക്ഷിയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത്. എന്നാൽ നാളെ വിചാരണ നേരിടേണ്ടി വരില്ലല്ലോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഈ ഒരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കി. 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാം ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രാഹും മിഹ്റാജും കാണിക്കപ്പെടുന്ന സമയത്ത് ഒരു അരുവിയുടെ ഓരത്ത് ഒരു വെള്ളക്കൊട്ടാരം കാണുക. അള്ളാഹുവിന്റെ റസൂലാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതും അള്ളാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിത് കാത്തിരിക്കുന്നുണ്ട് എന്നും പഠിപ്പിച്ച പ്രവാചകൻ ഒരു ഭാഗത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഭാഗത്ത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അരുവിയുടെ ഓരത്ത് വെള്ളക്കൊട്ടാരം ഉണ്ടാക്കി വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുന്ന ആ ഉമറിനോട് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമറിനോട് പറയുന്നത്, ഞാനതിൽ പ്രവേശിച്ചിട്ടില്ല, കുറച്ച് ദേഷ്യമുള്ള ആളാണല്ലോ എന്ന് ചോദിച്ചപ്പം പിന്നെ അലൈക റസൂലല്ലാ എന്ന് ചോദിക്കുക, എനിക്ക് പ്രവാചകനോട് ദേഷ്യമോ എന്ന് ചോദിക്കുക. അങ്ങനെ കാത്തുവെക്കപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നമസ്കാരത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദുൽഹജ്ജ് മാസത്തിൽ ആ ഉമർ ബിൻ ഖത്താബിന്റെ നേർക്ക് 2ാമത്തെ റക്അത്ത് സുബ്ഹി നമസ്കരിക്കുന്ന സമയത്ത് 2ാമത്തെ റക്അത്തിൽ ഫൈറൂസ് അൽ-ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 2 തലക്കലും മൂർച്ചയുള്ള ആ
പിന്നെ കുന്തം 7 തവണയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുന്നത്. അവിടെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സക്രാത്തിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം മകനോട് പറയുന്നത്, എന്റെ തല ഒന്ന് മണ്ണിലേക്ക് വെച്ച് തരണം, എന്റെ റബ്ബ് ഞാൻ കിടക്കുന്നത് ആ മണ്ണിൽ കിടന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന കണ്ടിട്ടെങ്കിലും ഈ സക്രാത്തിന്റെ വേദന എനിക്കൊന്ന് കുറച്ചു തന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന ആ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളയുമ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അദ്ദേഹത്തോട് പറയുക, ഉബ്ശിറു ബിബുശ്റ ലിസുഹ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിച്ച ആളാണ് നിങ്ങൾ. ദീനിലേക്ക് ആദ്യമായി പിന്നെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന സമയത്ത് ആദ്യവേളയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചതും ഒക്കെ നമ്മൾക്കറിയാം, സമയമില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ ഇസ്ലാമിലേക്ക് ആദ്യത്തിൽ കടന്നു വന്ന ആളാണ് നിങ്ങൾ. ഇത്രയും ഈ 2ാം ഖലീഫയായി സ്ഥാനമേറ്റതിന് ശേഷം ഒരാൾക്കും നിങ്ങളെക്കുറിച്ച് രണ്ടഭിപ്രായമില്ല. അത്രയും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നിങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്ന സമയത്ത് താങ്കളെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചുപോയത്. അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാ വേദനിക്കുന്നത്, എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കാം. അവസാനം ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ കൂടി നിൽക്കുന്ന ആളുകളോട് പറയുന്നത്, ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്ന അത്രയും സമ്പത്ത് അള്ളാഹു എനിക്ക് നൽകിയിരുന്നുവെങ്കിൽ എന്റെ ആഖിറം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ അത് മുഴുവനും ചെലവഴിക്കുമായിരുന്നു എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ ചെയ്ത മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു ഖബറിന്റെ മുമ്പിൽ അവർ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇദാ വഖഫ അലാ ഖബരിഹി ബക, അദ്ദേഹം കരയുമായിരുന്നു. ഖബറിന്റെ അടുക്കൽ ഖബർ സന്ദർശിക്കുന്ന സമയത്ത് ആ ഖബർ കണ്ടാൽ പോലും കരയുന്ന, വേദനയോടുകൂടി കരയുന്ന ആരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അശ്റത്തുൽ മുബശ്ശിരീൻ എന്ന് പറഞ്ഞ് അമ്മ എണ്ണിത്തന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ഖബറിന്റെ അടുക്കൽ പോയിരുന്ന് പൊട്ടിക്കരയുന്നത്. ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ ഒരു പാഠമായി നിൽക്കുമ്പോൾ നമ്മൾ ഈ ജീവിതത്തിനിടക്ക് നമ്മൾ ജീവിച്ച നമ്മളുടെ ജീവിതം, നമ്മൾക്ക് നൽകിയ ഈ ജീവിതം, നമ്മൾക്ക് കിട്ടിയ ആയുസ്, നമ്മൾക്ക് കിട്ടിയ ആരോഗ്യം, നമ്മളുടെ യുവത്വം ഒക്കെ നമ്മൾ എങ്ങനെയാണ് ദീനിന് വേണ്ടി ചെലവഴിച്ചത്? എന്താ നമ്മൾ ചെലവഴിച്ചത്? എങ്ങനെയാണ് നമ്മൾ ചെലവഴിച്ചത്? നമ്മൾ ചിന്തിക്കണ്ടേ? ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് പറയുന്ന വാക്ക് നമ്മളുടെ മുമ്പിലുണ്ട്. മരണത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സ്വയം വിചാരണക്ക് നമ്മൾ തയ്യാറാവണം. ഒന്ന് വിചാരണ നടത്തി നോക്കി നമ്മളുടെ മനസ്സിലിട്ടിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ, നമ്മൾ ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾ, നമ്മൾ അനുഭവിച്ച എല്ലാ സുഖങ്ങളും നമ്മൾ അനുഭവിക്കുമ്പോഴും ഈ സുഖം നൽകിയ നാഥനെ മറന്നുകൊണ്ട് ആരും കാണാത്തയിടത്ത് വെച്ച്, ആരും അറിയാത്തയിടത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾ, ഓരോ പാപങ്ങൾ, നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇതിൽ വെച്ച് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട സീരിയലുകൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട മെസ്സേജുകൾ, എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഞാനും നിങ്ങളും അതുപോലെ എന്നല്ല പറയുന്നത്. നേരത്തെ ഷമീമ നമ്മളോട് സൂചിപ്പിച്ചു നമ്മൾക്ക് സമയമില്ല എന്നുള്ളത്. ഈ സമയമില്ലാത്തത് എന്തുകൊണ്ടാ? നിങ്ങളൊന്ന് ഫോൺ കയ്യിലെടുത്ത് നോക്കിയേ. നമ്മൾ ആർക്കെങ്കിലും വിളിക്കുന്നതിന് വേണ്ടിയല്ല, നമ്മളുടെ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോൺ എടുത്ത് നോക്കിയാൽ, പിന്നെ തുരുതുരാ വന്ന് കിടക്കുന്ന മെസ്സേജുകൾ നോക്കിയാൽ നമ്മളുടെ പണിയൊക്കെ നമ്മൾ മറക്കും, നമ്മളുടെ ജോലിയൊക്കെ നമ്മൾ മറക്കും. ആ മെസ്സേജുകളിലൂടെ നമ്മൾ പോയി ഒരാൾക്ക് മെസ്സേജിന് മറുപടി അയച്ചു, രണ്ടാമത്തെ ആളുകൾക്ക് മെസ്സേജിന് മറുപടി അയച്ചു, മൂന്നാമത്തേതിന് അയച്ചു. അങ്ങനെ നമ്മൾ അതിലിങ്ങനെ വ്യാപൃതരായിരിക്കുക. അതിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ആ ഫോണുകളിൽ നിന്ന് നെറ്റ് ഉപയോഗിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അശ്ലീലങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അശ്ലീലങ്ങൾ എവിടെ എത്തിക്കുന്നു നമ്മളെ? നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ അറിയാം ഇതൊക്കെ
നമ്മൾക്ക് വിനയായി വരും. നാളെ നമ്മളുടെ ഖബറിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നല്ലത് ചെയ്തവന് നമ്മൾ എന്ത് തന്നെ നമ്മൾ പ്രചരിപ്പിച്ചാലും, നല്ലത് നമ്മൾ പ്രചരിപ്പിച്ചാൽ, നമ്മൾ നല്ലത് ചെയ്താൽ അത് ഒരാളെയെങ്കിലും അതിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അവൻ അല്ലെങ്കിൽ അവൾ ആ ജീവിതവുമായി എത്ര കാലം പൊരുത്തപ്പെട്ടു പോകുന്നോ അപ്പോഴൊക്കെ അതിന്റെ പ്രതിഫലം നമ്മൾക്കും ഖബറിൽ കിട്ടും. എന്നിട്ടും നമ്മൾ അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, ഇന്ന റബ്ബക ലിൽ മിർസാദ്, അള്ളാഹു നമ്മൾക്ക് എന്ത് വരും? സാക്ഷിയായി അള്ളാഹു വരും. അള്ളാഹുവിനറിയാം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹുവിനറിയാം നമ്മൾ കാണിച്ചു കൂട്ടിയതൊക്കെ തന്നെ. മറ്റൊരാളും അള്ളാഹുവിനോട് പറയേണ്ട ആവശ്യമില്ല. അതറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും അവരുടെ ജീവിതത്തെ കുറിച്ച് നോക്കിയിരുന്നത്. അതാണല്ലോ നമ്മൾ കണ്ടത്. മക്ക മണലാരണ്യത്തിൽ എന്തുമാത്രം സുഖലോലുപരായി ജീവിച്ചിരുന്ന ആളുകൾ. എല്ലാ പ്രയാസങ്ങളും പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ പോലും പറ്റാതെ ഓരോ പ്രയാസങ്ങളും ഓരോന്നായിട്ട് അവരനുഭവിക്കുക. ആ അനുഭവിച്ച സമയത്തൊക്കെ വളരെ മോശമായി ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ ഇടയിലേക്ക് തന്റെ 23 വർഷക്കാലത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം കൊണ്ട് ആ ജീവിതത്തെ അവർ മാറ്റിമറിച്ചത് നമ്മൾ കണ്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാൽക്കാരി തങ്ങളയുടെ മകളുടെയും സംസാരം നമ്മൾ കേൾക്കുക. അവിടെ ആ പാൽക്കാരി തള്ളയോട്, സ്വന്തം ഉമ്മയോട് മകള് പറഞ്ഞു കൊടുക്കുന്ന വാക്ക് എന്ന് പറയുന്നത്, കഥയിലേക്ക് നമ്മൾക്ക് പോകണ്ട, നമ്മൾക്കറിയാം. ആ ഉമ്മയോട് പറയുന്ന വാക്ക് എന്ന് പറയുന്നത്, ഉമ്മ പറയാ, ഈ നട്ടപ്പാതിര നേരത്ത് പാലിൽ ഒരല്പം വെള്ളം ചേർത്താൽ അത് ഉമറിന്റെ കിങ്കരന്മാരോ കാണില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു കാണും എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ജീവിതത്തിനിടക്ക്, 23 വർഷത്തെ ജീവിതത്തിനിടക്ക് ഇത്രയും ഒരു പെൺകുട്ടിയെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന് കഴിഞ്ഞു. ആ മലക്കുകള് അള്ളാഹു സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ അള്ളാഹു അത് കാണും, അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾക്കറിയാം. ആ മലക്കുകൾ നമ്മളോട് പറയില്ലേ, റബ്ബേ നമ്മള് അള്ളാഹു താല തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ഇലയുടെ അനക്കം പോലും, അല്ലെങ്കിൽ ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹുവിന് അറിയാം എന്ന് നമ്മൾക്ക് പറഞ്ഞു തരാം. മാതസ്കുത്തു മിൻ വറക്കത്തിൻ ഇല്ലാ ലിയഅലമഹ. അള്ളാഹു അറിയാതെ ഒരു ഇലയുടെ എത്രയോ അധികം വൃക്ഷങ്ങൾ നമ്മളുടെ ഈ നാട്ടിലുണ്ട്. ഈ ലോകത്ത് എത്രയോ അധികം വൃക്ഷങ്ങളുണ്ട്. ഈ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഇല അനങ്ങുന്നത്, ഒരു ഇല പൊഴിയുന്നത് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അപ്പൊ നമ്മളുടെ ജീവിതത്തെ കുറിച്ച് അറിയില്ലേ? നമ്മളെ സൃഷ്ടിച്ച റബ്ബിന് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് അറിയില്ലേ? അതല്ലേ നമ്മൾ കണ്ടത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാട്ടിടയൻ ആടിനെ തെളിച്ചുകൊണ്ട് പോകുന്ന ആട്ടിടയൻ തന്റെ ഈ ആടുകളെ മുഴുവനും, യജമാനന്റെ ആടുകളെ മുഴുവനും മേൽക്കാൻ വിട്ടിട്ട് ഒരു മരത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുക. ആ മരത്തിൽ ചാരിയിരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക, ഈ ആട്ടിൻപറ്റങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാടിനെ തരുമോ എന്നുള്ളത്. ഇത് ഞാൻ തരില്ല, എന്റെ യജമാനൻ അറിയും എന്ന് പറയാം. ഇത്രയധികം ആയിരങ്ങളായ ആട്ടിൻപറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നിന്നൊരാടിനെ തന്നാൽ നിന്റെ യജമാനൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് ഓതി കൊടുത്തുകൊണ്ട് നമ്മളുടെ കണ്ണിന്റെ കട്ടുനോട്ടത്തെ, ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യത്തെ അറിയുന്ന ഞാനും നിങ്ങളും നിൽക്കുന്ന, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരത്തിന്റെ ഇലയുടെ അനക്കം പോലും അറിയുന്ന സർവശക്തനായ റബ്ബ് കാണും എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിനെ പേടിക്കുന്ന ആളുകളെ വാർത്തെടുക്കാൻ പ്രവാചകന് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ആ ഇലയുടെ നേരിയ അനക്കം അറിയുന്ന അള്ളാഹു, മറ്റൊന്നും സാക്ഷിയില്ലാതെ തന്നെ അള്ളാഹുവിനറിയാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്. പക്ഷെ മലക്കുകൾ പറയും, അള്ളാഹു സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ മലക്കുകൾ പറയും, റബ്ബേ ഞങ്ങൾ ഇത് കണ്ടിരുന്നു, റഖീബും അതീദും ഞങ്ങൾ ഇത് രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നുള്ളത് പറയും. പ്രവാചകന്മാർ പറയും, റബ്ബേ ഈ ദൗത്യം ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് പ്രവാചകന്മാര് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം, നമ്മളുടെ കയ്യിൽ ലഭ്യമാകുന്ന ആ ഗ്രന്ഥം എന്ന് പറയുന്നത്, ഗ്രന്ഥം സാക്ഷി പറയും. അള്ളാഹുവിന്റെ സാക്ഷി ഒരു ഭാഗത്ത്, മലക്കുകൾ നമ്മൾക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പറയും, ഞങ്ങൾ അവർക്ക് ഈ ദൗത്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് ഗ്രന്ഥം നമ്മളുടെ കയ്യിൽ കിട്ടും. നമ്മൾക്ക് വിശദീകരിക്കാതെ മാലിഹാദൽ കിതാബ്, നമ്മൾ പറയും മാലിഹാദൽ കിതാബ്, ഇതെന്ത് ഗ്രന്ഥമാണ് എന്ന് നമ്മൾ ചോദിക്കും.
ഇതില് ഇല്ലാത്തതൊന്നുമില്ല. ചെറുതും വലുതുമായി നമ്മൾ ചെയ്ത ഓരോന്നും ഇതിലുണ്ട്. ഈ ഗ്രന്ഥത്തിൽ നമ്മൾ ചെറുതും വലുതുമായിട്ട് നമ്മൾ ഇതിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ല. എല്ലാ ചെറുതും എല്ലാ വലുതും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ കയ്യിൽ, നമ്മളുടെ ഇടത് കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോഴും വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോഴും സന്തോഷിക്കുന്നവരും ദുഃഖിക്കുന്നവരും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥവും നമ്മൾക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടേക്കാണ് നമ്മൾ പോകുമ്പം അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമുക്കൊക്കെ അറിയാം, നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ അവിടെ എത്തുമ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്ന നമ്മളുടെ വായ, ആ വായ മൂടിക്കെട്ടുന്ന ഒരു ദിവസം, നമ്മളുടെ വായ മൂടിക്കെട്ടുന്ന ഒരു ദിവസം. വതുകല്ലിമുനാ ഐദീഹിം, അവിടെ ആരാ സംസാരിക്കുക? നമ്മളുടെ കൈകാലുകളാണ് സംസാരിക്കുക. വതുകല്ലിമുനാ ഐദീഹിം, നമ്മളുടെ കൈകൾ അവിടെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കും. റബ്ബേ, ഞാൻ ഈ കൈ കൊണ്ടാണ് ഞാൻ ചെയ്തത്. വതശ്ഹദു അർജുലുഹും, നമ്മളുടെ കാലുകൾ നമ്മൾക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം. ബിമാ കാനൂ യക്സിബൂൻ, നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും, മരണവും മരണാന്ത ജീവിതവും ഒന്നും നമ്മൾ പറയണ്ട, അതൊക്കെ പറയാതെ നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് സാക്ഷി പറയുക നമ്മളുടെ വായയല്ല. ഇതുവരെ നമ്മളുടെ വായ കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, എത്രയാളുകളെ നമ്മൾ കുറ്റപ്പെടുത്തി, എത്രയാളുകളെ നമ്മൾ പരദൂഷണം പറഞ്ഞു, എത്രയാളെ കൊണ്ട് നമ്മൾ മോശമായ വാക്കുകൾ പറഞ്ഞു. നല്ലത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ നമ്മൾ പറഞ്ഞ ആ വായ മൂടിക്കെട്ടിയിട്ട് നമ്മൾ ചെയ്ത അമലുകൾ, നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ലതിനെ കുറിച്ച് പറയാൻ നമ്മളുടെ കൈകാലുകൾ ഉണ്ടാവും. അത് നല്ലതല്ല നമ്മൾ ചെയ്തത് എങ്കിൽ നമ്മൾക്കെതിരിൽ സാക്ഷി പറയാൻ തുകല്ലിമുന ഐദീഹിം, നമ്മളുടെ കരങ്ങൾ നമുക്ക് സാക്ഷി പറയും, നമ്മൾക്കെതിരെ സാക്ഷി പറയും. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, നമ്മൾ സമ്പാദിച്ചത് അതിനൊക്കെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തതിന് നമ്മൾക്ക് എതിരെ സാക്ഷി പറയാൻ നമ്മളുടെ കൈകാലുകളും നമ്മളുടെ അതുപോലെ തന്നെ നമ്മളുടെ തൊലികൾ, നമ്മൾക്കറിയാം നമ്മളുടെ ഈ ശരീരത്തിന്റെ വകാലൂലി ജുദൂദിഹിൻ ലിമൻ ഷഹിത്തും അലൈന എന്ന് നമ്മൾ ചോദിക്കുക. അവിടെ വെച്ച് നമ്മൾ നരകത്തിലേക്ക്, ആ നരകത്തിന്റെ ഭയവിഹ്വലത കാണുമ്പം, ഭയാനകത കാണുമ്പം നമ്മൾ ചോദിക്കുക, എന്താണ് ഈ നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ തൊലികളോട്, നമ്മളുടെ ശരീരത്തിലെ തൊലികളോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്ന് പറയുമ്പം, ഞാൻ ഇതുവരെ കൂടെ കൊണ്ട് നടന്ന എനിക്കെതിരെ നിങ്ങൾ എന്തിനാ സാക്ഷി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ആ തൊലി പറയും, എത്ര അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു പറഞ്ഞത് കൊണ്ടാ ഞാൻ സാക്ഷി പറയേണ്ടി വന്നത് എന്നുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾക്ക് ചെന്ന് നിൽക്കണം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഹാബാക്കളുടെ ചരിത്രം, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ചരിത്രം, അവർക്കൊക്കെ ഇത്രയും നല്ലതായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടും അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ളതിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്നുള്ളതിൽ അവരനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന പേടി നമുക്കും പോവണ്ടേ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾക്കും അവിടേക്ക് പോവേണ്ടതാണ് എന്നുള്ളത്, നമ്മളും അവിടേക്ക് തിരിച്ച് ഞങ്ങളും വരും എന്നുള്ളത് നമ്മൾ പറയാം. ഇപ്പം ഒരാൾ പോയാൽ പിറ്റേ ദിവസം നമ്മളും പോകും എന്ന് നമ്മൾ പറയാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ആരെങ്കിലും മരിച്ചു എന്നുള്ളത് നാട്ടിൽ നിന്ന് വിവരം കിട്ടിയാൽ ഏറ്റവും നല്ല സ്റ്റിക്കർ നോക്കിയിട്ട് നമ്മൾ ആ സ്റ്റിക്കർ അവിടെ ഉപയോഗിക്കുക. പറയാൻ പോലും നമ്മൾക്ക് നേരമില്ല. ആ സ്റ്റിക്കർ, ഏറ്റവും നല്ല സ്റ്റിക്കർ തരയുക നമ്മൾ നമ്മളുടെ ഫോണിൽ, എന്നിട്ട് ആ സ്റ്റിക്കർ ഇട്ട് കൊടുക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മനസ്സിൽ തട്ടിയിട്ട് പറയാൻ നമുക്ക് കഴിയുന്നില്ല. അത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളും നാളെ മരിച്ചു പോകണം എന്നുള്ളത്. നാളെ നമ്മൾ മരിച്ചു പോകുമ്പോഴേക്കും നമ്മൾക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരിക. അങ്ങനെ ആ ബോധ്യം നമ്മളുടെ മനസ്സിൽ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾക്ക് എങ്ങനെ മനസ്സറിഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലാൻ കഴിയും? നമ്മൾ ചെല്ലണ്ടേ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തണ്ടേ? ആ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്കെടുക്കുന്നതിന്റെ മുമ്പ് ഇവിടെ നിന്ന് നമ്മൾ ആത്മപരിശോധനക്ക് വിധേയമാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് നമ്മൾ അതിനുള്ള നേതൃത്വം കൊടുക്കണ്ടേ? നേരത്തെ ഷമീമ നമ്മളോട് സൂചിപ്പിച്ചു, പിശുക്കനായ മനുഷ്യന്റെ കഥ നമ്മളോട് പറഞ്ഞു. ലൗലാ അഖർതനി ഇലാ അജലിൻ കരീബ്,
ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ എന്ന് നമ്മൾ പറയുന്ന ഒരു ദിവസം വരും എന്നുള്ളത്. അതാണ് അതിൽ വെച്ച് സൂചിപ്പിച്ചത്. ഒന്നും നേടാൻ നമ്മൾക്ക് കഴിയില്ല എന്നുള്ള ഒരു ഉദാഹരണത്തിലൂടെ അവര് പറഞ്ഞെങ്കിൽ, സമയം നമ്മളെ കാത്തിരിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ, അതിനിപ്പുറത്ത് മറ്റൊരു മെസ്സേജ് കൂടിയില്ലേ? ലൗലാഖർതനീലാജലിൻ കരീബ്, ഒരല്പ സമയത്തേക്ക് എന്നെ ഒന്ന് നീക്കി തന്നാൽ, എന്നെ ഒന്ന് മാറ്റി തന്നാൽ, ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാന് എല്ലാ നിലക്കും സ്വാലിഹായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയും. പഠിച്ച തമ്പുരാനെ എന്നെ ഒന്ന് മാറ്റിത്തരണം, ഒരു 2 നിമിഷത്തേക്ക്, ഒരു അരമണിക്കൂർ നേരത്തേക്ക് എന്നെ ഒന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി നമ്മൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്ത് വന്ന് നമ്മളുടെ ഈ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സമയം ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, റബ്ബന അബിസ്വർന വസമിഅന, റബ്ബേ നമ്മളുടെ കാഴ്ച, നമ്മളുടെ കേൾവി ഒക്കെ തന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഒക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഒരു നിമിഷത്തേക്ക് നമ്മളെ മാറ്റി നിർത്തിയാൽ ഇന്നാമൂക്കിനോ, ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നവരായി മാറും എന്ന് പറയാം. ആയത്ത് പൂർത്തീകരിക്കുന്നില്ല, 11:30 ആവാനായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും നമ്മൾ ദൃഢമായ വിശ്വാസമുള്ളവരായി ഇനി ഒരു 2 മിനിറ്റ് ഞങ്ങളെ മാറ്റി തന്നാൽ സ്വാലിഹായി ഞങ്ങൾ ദൃഢമായ വിശ്വാസമുള്ളവരായി ഞങ്ങൾ മാറും എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10-90 വയസ്സ് വരെ ജീവിച്ച ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. പെട്ടെന്ന് മരണത്തെ പുൽകുന്നവര് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഇത്ര പെട്ടെന്ന് മരിക്കും എന്ന് നമ്മൾ വിചാരിച്ചില്ല എന്ന് പലരെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്. ഇത്ര പെട്ടെന്ന് മരിക്കും എന്ന് വിചാരിച്ചില്ല. എന്താല്ലേ ആ മരണം എന്നുള്ളത്? എപ്പോഴും ജനിച്ചാൽ എപ്പോഴാണ് നമ്മളുടെ മരണം എന്നുള്ളത് നമ്മൾക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ നമ്മൾ മരിക്കും എന്ന് മാത്രം നമ്മൾക്ക് പറയാൻ അറിയില്ല. ഞാനും നിങ്ങളും നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പം നമ്മൾ സ്വന്തം കൈകൾ കൊണ്ടാണ് നമ്മൾ ഈ വസ്ത്രം ധരിച്ചത്. ഈ വസ്ത്രം നമ്മൾ സ്വന്തം കൈകൾ കൊണ്ട് ധരിച്ചു. ഇനി തിരിച്ച് ഈ സംസാരം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ? അതല്ല, മിനിഞ്ഞാന്ന് ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഒരു നിക്കാഹ് നടക്കുക. ആ നിക്കാഹ് നടക്കുന്നതിന്റെ ഇടയിൽ ഒരു മനുഷ്യന്റെ വട്ടമിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെ അയാൾ ഇങ്ങനെ കിടക്കുന്നത് കാണുക. ആ നിക്കാഹിനിടയിൽ ആ ഒരാള് ആ നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് മരിക്കുക. നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് ഒരാൾ മരിക്കുക. ഒരാൾ പോലും അറിഞ്ഞില്ല അദ്ദേഹം മരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ സമയത്ത് ഹജ്ജിന് പോയ സമയത്ത്, ഹജ്ജ് കഴിഞ്ഞ് തവാഫ് കഴിഞ്ഞ് ഹറമിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ബസ്സിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അവരോട് സലാം പറഞ്ഞ്, നമ്മൾ ബസ് കയറുമ്പോൾ എല്ലാവരോടും സലാം പറഞ്ഞ് നമ്മൾ ഇരുന്ന് അവരോട് ചിരിച്ച് നമ്മൾ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയി. പക്ഷെ ഞങ്ങളൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടും ആ ബസ്സിലെ ഡ്രൈവർ നോക്കുമ്പം ഈ സ്ത്രീ മാത്രം ഇറങ്ങിയിട്ടില്ല. ചെന്ന് നോക്കുമ്പം അവര് മരിച്ചെടുക്കുക. ഹറമിൽ നിന്ന് വന്നിട്ട് അവർ മരിച്ചു കിടക്കുന്നത് കാണുക. നമ്മൾ അറഫയിൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോരുമ്പം അറഫ ദിനത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഹജ്ജിന്റെ അറഫ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഹജ്ജില്ല എന്നാ പറയാം. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഞാനും എൻ്റെ മക്കളും കൂടി ഇരുന്നപ്പം ഹജ്ജിനെ കുറിച്ച് എന്തോ ഒന്ന് എൻ്റെ മോൻ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, എന്റെ കണ്ണിൽ നിന്ന് മോള് പറയാണ്, ഉമ്മ ഹജ്ജിന് പോയ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്നുള്ളത്. അപ്പൊ എന്താ മോളെ അങ്ങനെ പറയണത്? അങ്ങനെയാണ് സംസാരം ഉണ്ടായത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം കരഞ്ഞ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ ഹജ്ജിന് പോയ സമയത്താണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്താ മോളെ കരഞ്ഞത്? അവൾ പറയുന്നില്ല. അപ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് കണ്ണുനീര് വീഴുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോളെ എന്തിനാ കരയണത് എന്ന് ചോദിച്ചപ്പോൾ, ഉമ്മ അന്നത്തെ ദിവസത്തെ ജുമുഅ ഖുതുബ, നമ്മളുടെ പെരുന്നാളിന്റെ കുത്തുബ എന്ന് പറയുന്നത് ഹജ്ജിന്റെ ആ പ്രയാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്ന് അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോരുമ്പം ഷീജ ചോദിക്കുകയാണ് എൻ്റെ കൈ പിടിച്ചിട്ട്, മോളെ കരഞ്ഞൂല്ലേ, എമ്മാനും ഓർത്ത് കാണൂല്ലേ എന്ന്. അപ്പോ അവളും കരഞ്ഞു എന്നുള്ളത്. അപ്പൊ അത്രയും പ്രയാസമാണ് അറഫ എന്ന് പറയുന്നതിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോന്ന് ആ തിക്കിലും തിരക്കിലും പെട്ട് മുസ്തലിഫിലേക്കൊക്കെ പോരുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മുസ്തലിഫയിലേക്ക് പോരുന്ന സമയത്ത് അറഫയിൽ നിന്ന് വണ്ടി കയറി, ബസ് കയറി, ബസ്സിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കുക. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ആ ഭാര്യ ഭർത്താവ് ഭാര്യയോട് പറയാം, ഭർത്താവ് ആദ്യം കയറിയിരുന്നു, രണ്ടാമത്തെ ആ സീറ്റിൽ തന്നെ ഇപ്പുറത്തായിട്ട് ഭാര്യ ഇരുന്നപ്പം അഥവാ ഉറങ്ങിപ്പോയാൽ ഇയറ്റ വീണാലോ, അതുകൊണ്ട് അരികിലേക്ക് ഇരിക്കാൻ പറയാം. ഭർത്താവ് സീറ്റിന്റെ തലക്കലിരുന്നിട്ട് ഭാര്യയെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തുക. ഞങ്ങൾ എല്ലാവരും അതിലുണ്ട്. ആ സമയത്ത്
ഭാര്യ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഭർത്താവും തൊട്ടടുത്തുണ്ട്. കുറെ കഴിഞ്ഞ് മുസ്തലിഫിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ബസ് ഇറങ്ങുമ്പോൾ ഭർത്താവിനെ തൊട്ട് വിളിക്കുന്ന നേരത്ത് ഭർത്താവ് എണീക്കണില്ല. നോക്കുമ്പം ഇതിലൂടെ ഇങ്ങനെ ചോര ഒഴുകുക, ഇതിലിങ്ങനെ ചോര ഒഴുകുക. അപ്പൊ ചോര ഒഴുകുമ്പം വിളിച്ചിട്ട് നീക്കുന്നില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കിന് തൊട്ടൊപ്പം ഇരുന്നിട്ട് ഭാര്യ അഥവാ ഉറങ്ങിപ്പോയാൽ നിലത്തേക്ക് വീഴും എന്ന് പേടിച്ചിട്ട് ആ ഭാര്യയെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭർത്താവാണ് ഒരു നിമിഷം കൊണ്ട് രക്തം ഇങ്ങനെ ഒഴുകിയിട്ട് മരിക്കുന്ന സമയത്ത് ഒരാൾ പോലും അറിഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് മരണം എന്ന് പറയുന്നത്. നമ്മളുടെ അടുത്താണ് മരണം എന്ന് പറയുന്നത്. നമ്മൾക്ക് ആ മരണത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കൊട്ടാര തുല്യമായി നമ്മൾ തീപ്പൊരികൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും നരകത്തിൽ നിന്ന് എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ മരണം ഇത്രമാത്രം നമ്മളുടെ അടുത്താണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്, നമ്മൾക്ക് ജീവിക്കാൻ ഇനിയും കുറച്ചൊക്കെ ദിവസങ്ങളുണ്ട്. നമ്മൾ ഒരു മാസം മുമ്പുള്ളത്, ഒരു മാസത്തിന് ശേഷമുള്ളത്, അടുത്ത കൊല്ലം എന്ത് ചെയ്യണം എന്ന് വരെ നമ്മൾ ആലോചിച്ചുറപ്പിച്ചിരിക്കുക. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തുമോ ഇല്ലേ എന്ന് നമ്മളുടെ മുമ്പിൽ ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്ത ആ മരണത്തെ ഞാനും നിങ്ങളും കാത്തിരിക്കണം. എപ്പോഴും നമ്മളുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം, ഒരു ഉറപ്പ് നമ്മളുടെ മനസ്സിലുണ്ടാവണം. ആ ഉറപ്പുണ്ടെങ്കിലേ നമ്മളുടെ ദീന്, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ആദർശം അതൊക്കെ നമ്മൾക്ക് ശരിയാവുള്ളൂ. കാരണം റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ള വലിയ ഒരു വിശ്വാസം, ഒരു ഉറപ്പ് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പടച്ച തമ്പുരാൻ നമ്മളെ ഏവരെയും നല്ല മരണം നൽകിയിട്ട്, ദുരിതങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത നല്ല മരണം തന്നിട്ട് റബ്ബ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ നമ്മൾക്ക് മരിച്ചു പോകണം. അള്ളാഹുവിന്റെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിക്കുന്ന ആ സമയത്ത് നല്ല സത്യവിശ്വാസികളായി സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് പടച്ച തമ്പുരാൻ നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു മാറ്റട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ച തമ്പുരാൻ ഹലാലായ മാർഗത്തിൽ അവരുടെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സുഭിക്ഷമായ ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുത്ത് പടച്ച തമ്പുരാൻ അവർക്ക് കുടുംബത്തോടൊപ്പം സുഖമായ ജീവിതം പടച്ച തമ്പുരാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മളുടെ ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും നമ്മളുടെ കുടുംബാംഗങ്ങളും ഒക്കെ പടച്ച തമ്പുരാൻ മരിച്ചുപോയ എല്ലാവരെയും അള്ളാഹു അവരുടെ ഖബറുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ബർസക്കിയായ ജീവിതം റാഹത്തിലാക്കട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം നമ്മളെ ഓരോരുത്തരെയും ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين. امين امين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته.